മരുഭൂമിയിലെ ചുവന്ന മണൽത്തിട്ടയുടെ മുകളിൽ ഇങ്ങനെ നിവർന്നു കിടന്ന് സൂര്യാസ്തമയം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദ ഡിസേർട്ട് ഇസ് കാളിംഗ് യു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഡിസേർട്ട് സഫാരിക്ക് പോവാണ് കേട്ടോ. ഈ വണ്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ പുറകെ 4-5 വണ്ടി വേറെയും വരുന്നുണ്ട്. ഈ യാത്രയിൽ ആദ്യത്തെ സ്റ്റോപ്പ് ദാ ഇവിടെയാണ്. ഡൂൺ ബാഷിങ്ങിനും ക്വാഡ് ബൈക്കിലുള്ള റൈഡിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കുഫിയ അല്ലെങ്കിൽ ഹറ്റ എന്ന് പറയുന്നതാണ് ഈ ഒരു സ്കാർഫ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 രീതിയിലാണ് കെട്ടുക. ഇവിടുന്ന് നമുക്ക് സ്കാർഫൊക്കെ വാങ്ങിച്ച് ഹത്ത വാങ്ങിച്ചിട്ട് കെട്ടാൻ വേണ്ടി പറ്റും. ഫാൽക്കനോടൊപ്പമുള്ള ഒരു ഫോട്ടോഷൂട്ടിനും ഹോഴ്സ് റൈഡിനും ക്യാമൽ സവാരിക്കും ക്വാഡ് ബൈക്ക് റൈഡിനും ഒക്കെയുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഞാനും കയറി ക്വാഡ് ബൈക്കിന്റെ മേലെ. ദിസ് ഇസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ക്വാഡ് ബൈക്ക് ഓടിക്കുന്നതും ഒരു കലയാണ്. ഞാനിതിപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് തോന്നി ഞാൻ വൃത്തിയിൽ ഓടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഐ സ്ട്രഗിൾഡ് എ ലോട്ട്. ഈ മരുഭൂമിയിലെ മണൽത്തട്ടകളിൽ ഇങ്ങനെ കയറിയും ഇറങ്ങിയും പൊടി പറത്തിയും കൊണ്ട് ഞങ്ങളുടെ ക്വാഡ് ബൈക്കുകൾ അങ്ങും ഇങ്ങും പാഞ്ഞു. ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാവരും നമ്മുടെ ടീമിലുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ. മരുഭൂമിയുടെ ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ ഈ നാട്ടിലുള്ളവരും വിദേശികളും ഉൾപ്പെടെ എത്ര ആൾക്കാരാണ് ഡെസേർട്ട് ക്യാമ്പുകളിൽ എത്തുന്നതെന്നറിയോ? നമ്മുടെ മനസ്സറിഞ്ഞ ടൂർ ഓപ്പറേറ്റർമാരോട് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്ര ഏറ്റവും സേഫ് ആയിരിക്കും, ബ്ലിസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അക്ബറിന്റെ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മണലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മണലിലുള്ള നടത്തം അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ആൻഡ് ഡ്യൂൺ ബാഷിങ് ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു പരിപാടിയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് കാറുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവാണ്. പൊടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കയറ്റവും ഇറക്കും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇറ്റ്സ് അമേസിങ്. ഒരിക്കലെങ്കിലും ഈ ഒരു ഡ്യൂൺ ബാഷിങ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. സൂര്യാസ്തമയം കാണുകയും അവിടുന്ന് കുറെ ഫോട്ടോസ് എടുക്കുകയും കുറേ നേരം ആ മരുഭൂമിയിലെ മണൽത്തരികളിൽ ആട്ടവും പാട്ടുമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇവിടുന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോവാണ്. ഇനിയുള്ള എന്റർടൈൻമെന്റ്സ് ഇവിടെയാണ്. ഫയർ ഡാൻസും ബെല്ലി ഡാൻസും അൺലിമിറ്റഡ് ബൊഫെ ഫുഡും ആണ് ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. ബെല്ലി ഡാൻസും ഫയർ ഡാൻസും ഒക്കെ കാണിച്ചു തരണം എന്ന് എനിക്കുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല കേട്ടോ. സോ നിങ്ങളിവിടെ യു എയിലുണ്ട് അല്ലെങ്കിൽ യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സംഭവമാണ് നമ്മുടെ ഡെസേർട്ട് സഫാരി. ഡെസേർട്ട് സഫാരി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. മരുഭൂമിയുടെ കാണാക്കാഴ്ചകൾ തേടിയുള്ള യാത്രയിലേക്ക് ഡെസേർട്ട് ഇസ് കോളിംഗ് യു. സൈനിങ് ഓഫ് ആതിര ഇൻസ്പയർ.